ഈസി കുക്കിങ്ങിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കായി ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരം. ഇന്ന് കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഇത് തന്നെയായിരിക്കട്ടെ. ഇനി അരക്കപ്പ് അരിപ്പൊടി നമുക്ക് പത്തിരിക്കായി കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ഉരുളകളായി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ശേഷം ഒരു 10 മിനിറ്റ് ഒരു അരിപ്പക്കലത്തിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരുപാട് ഹാർഡായി വെന്തു പോകരുത്. വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉരുളകളെല്ലാം നമുക്ക് ഒന്ന് ആവി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ആവി കൊണ്ടിട്ട് അത് വീണ്ടും ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും പൊടിയായി അരിഞ്ഞതൊന്ന് കളർ ചേഞ്ച് വരുന്നത് വരെ വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് വാടി വരട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത്, അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. കൂടെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതിയും ചെറുതാണെങ്കിൽ ഒരെണ്ണം വരെ എടുക്കാം. ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം ഏതാണ്ട് വെന്ത് വരുന്ന സമയം മാത്രം നമുക്കൊന്ന് വാട്ടിയെടുത്താൽ മതി. ഈ സമയം നമുക്ക് കുറച്ച് വേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് കുരുമുളകോ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്നൊരു കളറും കൂടെ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരല്പം കുരുമുളകും. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ചെറിയ ബൗൾ, അതായത് 250 ml കപ്പിൽ 1 കപ്പ് ചിക്കൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടിക്ക് പിടിക്കാതെ നന്നായി ഒന്ന് ഈ മസാലകളെല്ലാം യോജിച്ച് പാകമായി വരുന്നവരെ ഇളക്കിയെടുക്കാം. ശേഷം നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 4 മണി സ്കൂൾ വിട്ട് വരുമ്പോൾ വിശന്ന് വരുന്ന പിള്ളേർക്കാണെങ്കിലും വീട്ടിൽ നമുക്കാണെങ്കിലും 4 മണിക്കൊന്നും മാത്രമല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചിട്ട് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ചേർത്ത് വേവിച്ചതോ അതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുത്തിട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും ഈ 2 കഷ്ണം എടുത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വിളമ്പാൻ സമയം നമുക്കൊരല്പം മല്ലിയിലയും കൂടെ തൂകി വിളമ്പിയെടുക്കാം. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം.